പറഞ്ഞുകൊണ്ടിരുന്നത് ലെജിസ്ലേറ്റീവ് റിലേഷൻസ് ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റിലെ കാര്യങ്ങളാണ്. അതിൽ കൃത്യമായിട്ട് നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നുണ്ട്, രണ്ട് ലിസ്റ്റാണ്. ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിന് എന്താണ് നിയമപരമായിട്ട് ചെയ്യാൻ പറ്റുന്നത്, അതുപോലെ സെൻട്രലിന് എന്താണ് നിയമപരമായിട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് മെൻഷൻ ചെയ്തിട്ട് കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. സോ അത് പ്രകാരമാണ് നമ്മളുടെ രണ്ട് ഗവൺമെന്റിലും കാര്യങ്ങൾ നടക്കുന്നത്. ഈ സിസ്റ്റം, അതായത് നമ്മൾ ഈ പറഞ്ഞ ഈ രണ്ട് ഗവൺമെന്റുള്ള സിസ്റ്റം ഏകദേശം കനേഡിയൻ പാർലമെന്റുമായിട്ട് ഇത്തിരി ബന്ധമുള്ള കാര്യം തന്നെയാണ്. അതുപോലെ നമ്മളെ ഇപ്പൊ ഈ പറഞ്ഞ ലെജിസ്ലേറ്റീവ് റിലേഷനിൽ നമ്മൾ 3 ലിസ്റ്റുകളെ പറ്റി പറയാം. ആ 3 ലിസ്റ്റിലാണ് ഈ പറഞ്ഞ യൂണിയനും അതുപോലെ സ്റ്റേറ്റും തമ്മിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ അവരുടെ ലെജിസ്ലേറ്റീവ് റിലേഷൻസ് എങ്ങനെയൊക്കെ സിമിലർ ആവാം, അറ്റ് ദ സെയിം ടൈം എങ്ങനെയൊക്കെ ഡിഫറെൻ്റ് ആവാം എന്നുള്ളത് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ 3 ലിസ്റ്റ്, ഇന്നലത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു, 3 ലിസ്റ്റ് ഉണ്ട് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഒന്ന് യൂണിയൻ ലിസ്റ്റ് ആണ്, രണ്ടാമത്തത് സ്റ്റേറ്റ് ലിസ്റ്റ് ആണ്, മൂന്നാമത്തത് കോൺകറന്റ് ലിസ്റ്റ് ആണ്. ഇതിലെ കോൺകറന്റ് ലിസ്റ്റ് കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് നമ്മൾ ബോറോ ചെയ്തിട്ടുള്ളത്. അതുപോലെ ഈ ലിസ്റ്റ് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആഡ് ചെയ്യുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 പ്രകാരമാണ്. പിന്നെ നമ്മൾ പറഞ്ഞിരുന്നു, നമ്മളുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇപ്പം 25 പാർട്സും 12 ഷെഡ്യൂളും അതുപോലെ 470 ആർട്ടിക്കിളും അടങ്ങിയിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷനാണ് നമ്മളത്. അതിൽ 7ാമത്തെ ഷെഡ്യൂളിലാണ് ഈ പറഞ്ഞ ലിസ്റ്റുകൾ മെൻഷൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ് ഈ ലിസ്റ്റുകളൊക്കെ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഞാൻ ഈ പറയുന്നത് ഈ 3 ലിസ്റ്റിലും വരുന്ന കുറച്ച് കാര്യങ്ങളാണ്. വേണമെങ്കിൽ നിങ്ങൾക്കത് നോട്ട് എടുത്ത് അതിലേക്ക് എഴുതാം. ഇതിൽ യൂണിയൻ ലിസ്റ്റിൽ വരുന്ന കാര്യങ്ങളാണ്. യൂണിയൻ ലിസ്റ്റിൽ ഏകദേശം 97 ഐറ്റംസ് ഉണ്ടാവും. 97 ഐറ്റംസ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ കുറച്ച് ഫ്യൂ ഐറ്റംസ് ഞാൻ പറയാം. അതാണ് ഡിഫെൻസ്, പ്രതിരോധം, നമ്മളുടെ ആർമി കാര്യങ്ങളൊക്കെ ഇതിൽ വരും. അതുപോലെ ആംഡ് ഫോഴ്സസും, ആർമി തന്നെ, മിലിറ്ററി എല്ലാം ഇതിൽ വരും. ഫോറിൻ അഫയേഴ്സ്, ആഭ്യന്തരം, അതായത് അന്താരാഷ്ട്രപരമായിട്ടുള്ള കാര്യങ്ങൾ, സിറ്റിസൺഷിപ്പ്, നമ്മളുടെ സിറ്റിസൺഷിപ്പിനെ പറ്റിയിട്ട്, ഷിപ്പിംഗ് ആൻഡ് നാവിഗേഷൻ, ഈ കടൽ വഴിയുള്ള കാര്യങ്ങൾ, കറൻസി, നമ്മളുടെ നോട്ട് കാര്യങ്ങൾ, ഇന്റർ സ്റ്റേറ്റ് ട്രേഡ്, അന്തർ സംസ്ഥാന വ്യാപാരങ്ങൾ, വാണിജ്യം, കൊമേഴ്സ്, പിന്നെ മിനറൽ ഓയിൽ റിസോഴ്സസ്, സുപ്രീം കോർട്ട്സ് ആൻഡ് ഹൈക്കോർട്ട്സ്, ഇൻകം ടാക്സ്, കസ്റ്റം ഡ്യൂട്ടി. ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂണിയൻ ലിസ്റ്റിലുള്ള കുറച്ച് ഐറ്റംസ്. 97 ഐറ്റംസ് ഇതിലുണ്ട്. ഇതിലെ കുറച്ചെണ്ണാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണക്കാക്കപ്പെടുന്നതാണ് ഞാനിപ്പോൾ മെൻഷൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ സ്റ്റേറ്റ് ലിസ്റ്റിൽ 66 ഐറ്റംസ് ആണുള്ളത്, 66 ഐറ്റംസ് ആണുള്ളത്. അതിൽ ഉള്ള കുറച്ചെണ്ണം പബ്ലിക് ഓർഡർ, സാമൂഹികപരമായിട്ടുള്ള ഒരു ഓർഡർ ക്രിയേറ്റ് ചെയ്യുന്നത്, പോലീസ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ്, പോലീസ് അഡ്മിനിസ്ട്രേഷൻ, പിന്നെ പ്രിസൺസ്, ജയില് കാര്യങ്ങളൊക്കെ സ്റ്റേറ്റിൻ്റെ ഉള്ളതാണ്. ലോക്കൽ ഗവൺമെൻറ്, പബ്ലിക് ഹെൽത്ത് ആൻഡ് സാനിറ്റേഷൻ, എഡ്യൂക്കേഷൻ, അഗ്രികൾച്ചർ, ആനിമൽ ഹസ്ബൻഡറി, സ്റ്റേറ്റ് പബ്ലിക് സർവീസസ്, അതൊക്കെ സ്റ്റേറ്റ് ലിസ്റ്റിൽ പെടുന്നതാണ്. പിന്നെ ലാസ്റ്റ് ഉള്ളത് കോൺകറന്റ് ലിസ്റ്റിൽ. അതിൽ 47 ഐറ്റംസ് ആണുള്ളത്. ഐറ്റംസ് സച്ച് ആസ് മാരേജ്, ഡൈവോഴ്സ്, അതൊക്കെ കോൺകറന്റ് ലിസ്റ്റിലുള്ളതാണ്. അതുപോലെ ബാങ്ക്രപ്റ്റൻസി ആൻഡ് ഇൻസോൾവൻസി, അത് ബാങ്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഇതാണ്. നമ്മളുടെ സ്വത്ത് അല്ലെങ്കിൽ ലോൺ അടയ്ക്കാതെയൊക്കെ വരുമ്പോഴേ വന്നിട്ട് പ്രോപ്പർട്ടി സീൽ ചെയ്ത് കൊണ്ടുപോകുന്ന ആ ഒരു അവസ്ഥയില്ല, അതൊക്കെ കോൺകറന്റ് ലിസ്റ്റിലുള്ള കാര്യങ്ങളാണ്. അതുപോലെ ഡ്രഗ് ആൻഡ് പോയിസൺ, മയക്കുമരുന്നും വിഷാംശങ്ങൾ അടങ്ങിയിട്ടുള്ള കാര്യം കോൺകറന്റ് ലിസ്റ്റിൽ ഉള്ള കാര്യമാണ്. പിന്നെ ഇതിൽ പറയാനുള്ള, ഈവൻ ദോ ഇങ്ങനെയൊക്കെയാണ് ഓരോ ഐറ്റംസിനും യൂണിയൻ ലിസ്റ്റ് ആയിട്ടും സ്റ്റേറ്റ് ലിസ്റ്റ് ആയിട്ടും കോൺകറന്റ് ലിസ്റ്റ് ആയിട്ടും ഡിവൈഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും there are certain times when union can decide things in the
സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് തീരുമാനമെടുക്കാൻ യൂണിയന് പറ്റുന്ന ചില സമയങ്ങളുണ്ട്. അത് വേണമെങ്കിൽ നമ്മളുടെ പാർലമെന്റ് വഴിയോ അല്ലെങ്കിൽ ലെജിസ്ലേഷൻ വഴി അവർക്കത് നേടിയെടുക്കാൻ പറ്റും. അതിൽ കുറച്ച് ആർട്ടിക്കിൾസ് പറയുന്നുണ്ട് ഈ പറഞ്ഞ എങ്ങനെയൊക്കെയാണ് യൂണിയന് സ്റ്റേറ്റ് ലിസ്റ്റിലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക എന്നുള്ളതിന് വ്യക്തമാക്കുന്ന കുറച്ച് ആർട്ടിക്കിൾസ് ഉണ്ട്. ആ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 249, 250, 253, 252 ആൻഡ് 256, 357. ഇതൊന്നും ഞാനിപ്പോൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇത് നിങ്ങൾക്കൊരു ഹോംവർക്ക് ആയിട്ട് ഞാൻ തരാണ്. ആർട്ടിക്കിൾ 249, 250, 252, 253, 356 ആൻഡ് 357. ഈ ആർട്ടിക്കിൾ എന്താന്നുള്ളത് ഒന്ന് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കുക. അങ്ങനെ ചെയ്ത് നോക്കിയിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക. അതിനുശേഷം പിന്നീട് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. നിങ്ങൾ അത് വായിച്ചൊന്ന് മനസ്സിലാക്കിയതിന് ശേഷം പിന്നീട് ഞാൻ അതിനെ പറ്റിയിട്ട് വ്യക്തമായിട്ട് പറഞ്ഞുതരും. ഈ ആർട്ടിക്കിളുകൾ പ്രകാരമായിരിക്കും ഈ പറഞ്ഞ യൂണിയന് സ്റ്റേറ്റ് ലിസ്റ്റിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുക അല്ലെങ്കിൽ സ്റ്റേറ്റ് ലിസ്റ്റിലെ എന്തെങ്കിലും കാര്യത്തിൽ ഇടപെടാനുള്ള അധികാരങ്ങൾ ഉണ്ടാവുക. പിന്നെ ഇപ്പൊ കഴിഞ്ഞത് ലെജിസ്ലേറ്റീവ് റിലേഷൻ ആണ്. സെൻട്രും സ്റ്റേറ്റും തമ്മിലുള്ള ലെജിസ്ലേറ്റീവ് റിലേഷൻ ആണ് ഇപ്പൊ കഴിഞ്ഞത്. ഇനിയുള്ളത് അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷൻസ് ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്. Executive power of the union extends only to those matters which are mentioned in the union list and over which the parliament have legislative powers. അതായത് എക്സിക്യൂട്ടീവ് പവർ ഓൺലി എങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുള്ളൂ, യൂണിയൻ ലിസ്റ്റ് പ്രകാരം മാത്രമേ അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. In addition, the union can exercise administrative control over the states through the following. താഴെ പറയുന്ന കുറച്ച് കാര്യങ്ങൾ പ്രകാരം വേണമെങ്കിൽ യൂണിയന് സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള ഏതെങ്കിലും അഡ്മിനിസ്ട്രേഷനിൽ മാറ്റങ്ങൾ വരുത്താനായിട്ട് സാധിക്കും. അതിൽ അങ്ങനെ ഒരു 10 പോയിന്റ്സ് ഉണ്ട്. ഏതൊക്കെ വഴിയിലൂടെയാണ് യൂണിയന് സ്റ്റേറ്റ് ലിസ്റ്റിലെ കാര്യത്തിൽ ഇടപെടാൻ പറ്റുക എന്നുള്ളത്. അതിൽ ആദ്യത്തെയാണ് ആർട്ടിക്കിൾ 256. അത് ഇറ്റ് സ്പെസിഫൈ ദ റെസ്പെക്റ്റീവ് ഒബ്ലിഗേഷൻ ടു ദ യൂണിയൻ ആൻഡ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ആൻഡ് ലേസ് ഡൗൺ. അതായത് ഇതിൽ സ്പെസിഫൈ ചെയ്യുന്നത് യൂണിയനും സ്റ്റേറ്റ് ഗവൺമെന്റും ആയിട്ടുള്ള ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒബ്ലിഗേഷൻ, കടമ. അതായത് if something wrong happens in the state government, നാച്ചുറലി നമ്മളുടെ യൂണിയൻ ഗവൺമെന്റിന് ഇടപെടാനുള്ള ഒരു ഒബ്ലിഗേഷൻ ഉണ്ടാവും എന്നുള്ളതാണ് ആർട്ടിക്കിൾ 256 മെൻഷൻ ചെയ്യുന്നത്. രണ്ടാമത്തെ പോയിന്റ് ആർട്ടിക്കിൾ 257 ആണ്. അതിൽ the executive powers of every state shall be exercised as not to impede or prejudice the exercise of the executive powers of the union, and the executive powers of the union shall extend to the giving of such direction to a state as may appear to the government of India to be necessary for that purpose. അതായത് if യൂണിയൻ ഗവൺമെന്റ് പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങൾ പ്രോപ്പറായിട്ട് സ്റ്റേറ്റ് ചെയ്യാതെ വരുമ്പോൾ അതിന് മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കാൻ ആർക്ക് സാധിക്കും? യൂണിയന് സാധിക്കും. അതാണ് ആർട്ടിക്കിൾ 257 ക്ലോഷർ 1 പറയുന്നത്. പിന്നെ മൂന്നാമത്തേതിൽ ആർട്ടിക്കിൾ 257 ക്ലോഷർ 4 the union government can also give directions to the states regarding the construction and maintenance of communication declared to be national or military importance. അതായത് ഈ സ്റ്റേറ്റിൽ എന്തെങ്കിലും ദേശീയപരമായിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും മിലിറ്ററി പരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ സ്റ്റേറ്റിൽ നടക്കുകയാണെങ്കിൽ അതിന് വേണ്ട കമ്മ്യൂണിക്കേഷൻസിന് എന്തെങ്കിലും തരത്തിലുള്ള നേതൃത്വം യൂണിയന് കൊടുക്കണമെങ്കിൽ അത് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് ആർട്ടിക്കിൾ 257 ക്ലോഷർ 4 മെൻഷൻ ചെയ്യുന്നത്. നാലാമത്തത് the union government can also give directions to the states regarding the measures to be taken for protecting the railway within the boundaries of the state. ചില സമയങ്ങളിൽ യൂണിയന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, സ്റ്റേറ്റ്സിനെ അഡ്വൈസ് ചെയ്യാം. റെയിൽവേയിൽ അതായത് ബൗണ്ടറീസ് ഉണ്ടല്ലോ, അതിർത്തി സ്റ്റേറ്റ് ക്രോസ് ചെയ്യുന്ന ബൗണ്ടറീസിൽ റെയിൽവേയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണമെന്ന് വേണമെങ്കിൽ യൂണിയന് സജസ്റ്റ് ചെയ്യാൻ പറ്റും. അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 365 ആണ്. അതിൽ ഇൻ കേസ് ദ ഗവൺമെന്റ് ഫെയിൽസ് ടു ക്യാരി ഔട്ട് എനി ഓഫ് ദ ഡയറക്ഷൻ ഓഫ് ദ യൂണിയൻ ഗവൺമെന്റ് ദ പ്രസിഡന്റ് ഹാസ് ബീൻ എംപവർഡ് ബൈ ആർട്ടിക്കിൾ 365. അതായത് യൂണിയൻ പറയുന്ന എന്തെങ്കിലും കാര്യങ്ങൾ സ്റ്റേറ്റ്സ് ചെയ്യാതിരിക്കുന്ന ഒരവസ്ഥയിൽ വേണമെങ്കിൽ ആർട്ടിക്കിൾ 365 പ്രകാരം പ്രസിഡന്റിന് അവിടെ ആ
പറഞ്ഞ കാര്യങ്ങൾ ചെയ്യിക്കാനുള്ള അധികാരമുണ്ട് എന്നുള്ളത്. പിന്നെ പറയുന്നത് ഡെലഗേഷൻ ഓഫ് യൂണിയൻ ഫങ്ഷൻസ് ടു ദ സ്റ്റേറ്റ്. അതും ഈ പറഞ്ഞ സെയിം പോയിന്റുമായിട്ട് ബന്ധമുള്ള തന്നെയാണ്. ഈ സ്റ്റേറ്റ്സ് നമ്മളുടെ ദേശീയപരമായിട്ടുള്ള സെൻട്രൽ ഗവൺമെന്റ് പറയുന്ന ഏതെങ്കിലും തരത്തിലുള്ള കാര്യം അനുസരിക്കാതിരിക്കുക അല്ലെങ്കിൽ അത് ഫോളോ ചെയ്യാതിരിക്കുമ്പോൾ പ്രസിഡന്റ് ഇടപെട്ടത് ശരിയാക്കുന്നതിനെയാണ് ഈ പോയിന്റ് ഉദ്ദേശിക്കുന്നത്. ഏഴാമത്തെ പോയിന്റ്, ദ പ്രസൻസ് ഓഫ് ഓൾ ഇന്ത്യ സർവീസസ് ലൈക്ക് ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ സർവീസ്, ഇന്ത്യൻ പോലീസ് സർവീസ്, ഈ പറഞ്ഞ സർവീസുകളൊക്കെ സെൻട്രലും സ്റ്റേറ്റും തമ്മിലുള്ള റിലേഷൻസ് കൂടുതൽ മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കുന്ന ഓൾ ഇന്ത്യ സർവീസസ് ആണെന്നാണ് പറയുന്നത്. പിന്നെയുള്ള എട്ടാമത്തെ പോയിന്റ്, ദ കോൺസ്റ്റിറ്റ്യൂഷൻ വെസ്റ്റ് the president with the power to establish an interstate council to bring about coordination between states. അതായത് കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതപ്പെട്ടിട്ടുണ്ട് ഈ സ്റ്റേറ്റുകൾ തമ്മിൽ അല്ലെങ്കിൽ നമ്മളുടെ സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ്സ് തമ്മിലും കോർഡിനേഷൻ പോരാന്ന് തോന്നുന്നത് കണ്ടാൽ പ്രസിഡന്റിന് വേണമെങ്കിൽ ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ ഉണ്ടാക്കാം, അന്തർ സംസ്ഥാന കൗൺസിലുകൾ ഉണ്ടാക്കാനുള്ള അധികാരമുണ്ട്. അതായത് പ്രസിഡന്റ് റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദ സെൻട്രൽ ഗവൺമെന്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ അദ്ദേഹത്തിന് അധികാരമുണ്ട് പറയാനായിട്ട്. പിന്നെ ഇതിലെ ഒമ്പതാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാസ് ഓതോറൈസ്ഡ് പാർലമെന്റ് ഒമ്പതാമത്തെ അതല്ല, during the time when emergency is proclaimed, the president is authorized to give directions to the state government. അതായത് എന്തെങ്കിലും തരത്തിലുള്ള എമർജൻസി അടിയന്തരാവസ്ഥ വന്നു കഴിഞ്ഞാൽ പ്രസിഡന്റിന് സ്റ്റേറ്റുകളെ എങ്ങനെയൊക്കെ അവിടെ കാര്യങ്ങൾ നടത്തണമെന്ന് അഡ്വൈസ് ചെയ്യാനുള്ള അധികാരമുണ്ടെന്നുള്ളതാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ പറഞ്ഞ അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷൻസിൽ ഉള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ റിലേഷൻസ് ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്സ് എന്നുള്ള ഒരു കാര്യമാണ്. ഫിനാൻഷ്യൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഇറ്റ് ഈസ് അബൌട്ട് മണി, കറൻസി, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ മേക്സ് ആൻ എലോബറേറ്റ് ആൻഡ് ഡീറ്റെയിൽഡ് പ്രൊവിഷൻ ഫോർ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ഇൻ ദ ഫിനാൻഷ്യൽ ഫീൽഡ്. അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്തൊക്കെ കാര്യങ്ങളിലാണ് സ്റ്റേറ്റും അല്ലെങ്കിൽ യൂണിയനും ഡിവൈഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇൻ ഫിനാൻഷ്യൽ ഫീൽഡ്. സാമ്പത്തികപരമായിട്ടുള്ള കാര്യത്തിൽ എന്തൊക്കെ തരം ഡിഫറൻസ് ആണ് അവർ തമ്മിലുള്ളതെന്ന് കോൺസ്റ്റിറ്റ്യൂഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാസ് ക്ലിയർലി ഡിവൈഡഡ് ബിറ്റ്വീൻ ദ റവന്യൂ ഫ്രം യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്. നമ്മളുടെ ഫിനാൻഷ്യൽ ഫീൽഡ് എന്ന് പറയുമ്പം റവന്യൂ, നിങ്ങൾക്കറിയാം റവന്യൂ ആണ് അതിൽ ഏറ്റവും നമ്മുടെ വരുമാനം വരുന്ന ഒരു കാര്യം റവന്യൂ ആണ്. അത് യൂണിയൻ്റെ റവന്യൂ ഉണ്ട്, അതായത് യൂണിയന് റവന്യൂ കിട്ടുന്ന സോഴ്സസും ഉണ്ട്, അതുപോലെ സ്റ്റേറ്റിന് റവന്യൂ കിട്ടുന്ന സോഴ്സസും ഉണ്ട്. നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിൽ വേണമെങ്കിൽ ആക്കണമെങ്കിൽ യു ക്യാൻ മേക്ക് എ ടേബിൾ. അതിൽ ഒരു സൈഡിൽ യൂണിയൻ സോഴ്സസ് ഓഫ് റിസോഴ്സസ് എന്നിടുക, അതായത് യൂണിയന് എവിടെ നിന്നൊക്കെയാണ് റവന്യൂ കിട്ടുന്നത് എന്നുള്ളത് ഒരു സൈഡിൽ എഴുതുക. രണ്ടാമത്തെ സൈഡിൽ സ്റ്റേറ്റ് സോഴ്സസ് ഓഫ് റവന്യൂ എന്ന് എഴുതുക. അതിൽ യൂണിയൻ സോഴ്സസ് ഓഫ് റവന്യൂവിൽ വരുന്ന കാര്യങ്ങളാണ് ഡ്യൂട്ടീസ് ഓഫ് കസ്റ്റംസ് ഇൻക്ലൂഡിങ് എക്സ്പോർട്ട് ഡ്യൂട്ടീസ്, കോർപ്പറേഷൻ ടാക്സ്, കറൻസി ആൻഡ് കോയിനേജ്, ഫോറിൻ എക്സ്ചേഞ്ച്, ഡ്യൂട്ടീസ് ഓൺ എക്സൈസ് ഓൺ ടൊബാക്കോ, പുകയില ഉൽപ്പന്നങ്ങളിലുള്ള ഡ്യൂട്ടീസ് ഒക്കെ യൂണിയനാണ് പോവുക. ഫോറിൻ ലോൺസ്, എസ്റ്റേറ്റ് ഡ്യൂട്ടി ഓൺ പ്രോപ്പർട്ടി അതർ ദാൻ അഗ്രികൾച്ചറൽ ലാൻഡ്. അഗ്രികൾച്ചറൽ ലാൻഡ് അല്ലാത്ത ഏതെങ്കിലും പ്രോപ്പർട്ടിക്ക് എസ്റ്റേറ്റ് ഡ്യൂട്ടി കിട്ടുന്നത്. പിന്നെ പോസ്റ്റ് ഓഫീസ്, സേവിങ് ബാങ്ക്, അതുപോലെ റെയിൽവേസ്, RBI, ടാക്സസ് ഓൺ ദ സെയിൽ ഓർ പർച്ചേസ് ഓഫ് ന്യൂസ് പേപ്പർ. ഇത്രയും കാര്യങ്ങളിലാണ് യൂണിയന് റവന്യൂ കിട്ടുന്നത്. പിന്നെ ഉള്ളത് സ്റ്റേറ്റിനാണ്. സ്റ്റേറ്റിന് റവന്യൂ കിട്ടുന്നത് ഡ്യൂട്ടീസ് ഇൻ റെസ്പെക്ട് ഓഫ് സക്സഷൻ ടു അഗ്രികൾച്ചറൽ ലാൻഡ്, ഡ്യൂട്ടീസ് ഓൺ എക്സൈസ് ഓഫ് ആൽക്കഹോൾ, നമ്മളെ അതിലുള്ള ഡ്യൂട്ടീസ് അത് സ്റ്റേറ്റിനാണ്. ലാൻഡ് റവന്യൂ കിട്ടുന്നുണ്ട്. ടാക്സസ് ഓൺ ബിൽഡിങ്സ് ആൻഡ് ലാൻഡ് ഉണ്ട്, ടാക്സസ് ഓൺ ഇലക്ട്രിസിറ്റി ഉണ്ട്, ടാക്സസ് ഓൺ എൻട്രി ഓഫ് ഗുഡ്സ് ഉണ്ട്, ടാക്സസ് ഓൺ വെഹിക്കിൾസ് ഉണ്ട്, ടാക്സസ് ഓൺ ആനിമൽസ് ആൻഡ് ബോട്ട്സ്, ടാക്സസ് ഓൺ പ്രൊഫഷൻ, എംപ്ലോയ്മെന്റ് ആൻഡ് ട്രേഡ്, ടാക്സസ് ഓൺ ലക്ഷറീസ് ഇൻക്ലൂഡിങ് എൻ്റർടൈൻമെൻറ്റ്, ലക്ഷറി ആയിട്ടുള്ള എന്തെങ്കിലും ഐറ്റം. ഇപ്പം അതിന് എക്സാമ്പിളാണ് നമ്മളുടെ നാട്ടിൽ നിങ്ങൾക്കറിയാം
നിങ്ങളെ ഇഷ്ടപ്പെടുന്ന കുറച്ച് താരങ്ങളൊക്കെ ഉണ്ടാവും. ദുൽഖർ സൽമാൻ ആയാലും നടീനടന്മാരൊക്കെ ആഡംബര കാറുകൾ വാങ്ങുമ്പോൾ ഇത്ര രൂപ റവന്യൂ ആയിട്ട് കൊടുത്തു, അല്ലെങ്കിൽ നമ്പർ പ്ലേറ്റിന് ഇത്ര രൂപ റവന്യൂ ആയിട്ട് കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. അതാണ് ഈ പറഞ്ഞ കാര്യം. പിന്നെ ഇതിൽ പറയാനുള്ളത് ടാക്സസ് ലെവീഡ് ബൈ ദ യൂണിയൻ ബട്ട് കളക്റ്റഡ് ബൈ സ്റ്റേറ്റ്സ്. ചില സമയത്ത് ടാക്സസ് എന്ത് ചെയ്യും, യൂണിയൻ ആണ് വാങ്ങേണ്ടത്. ഇപ്പൊ നമ്മൾ കുറച്ച് ലിസ്റ്റ് പറഞ്ഞല്ലോ, അതിൽ പ്രകാരം യൂണിയന്റെ കയ്യിലേക്കാണ് ടാക്സസ് പോകേണ്ടത്. പക്ഷെ ചില സമയങ്ങളിൽ ആ ടാക്സസ് ആർക്ക് പോകും, സ്റ്റേറ്റ്സിന് പോകും. അതെങ്ങനെയാന്ന് വെച്ചാൽ എസ്പെഷ്യലി സ്റ്റാമ്പ് ഡ്യൂട്ടീസ് ഓഫ് എക്സൈസ് ഓൺ മെഡിസിനൽ ആൻഡ് ടോയ്ലറ്റ് പ്രിപ്പറേഷൻസിലൊക്കെ ഉള്ള ടാക്സസ് സ്റ്റേറ്റ്സിന് പോകും. എങ്ങനെയാന്ന് വെച്ചാൽ ഈ യൂണിയൻ ടെറിട്ടറീസ് ആണെങ്കിൽ, ഇപ്പൊ നമ്മളുടെ ലക്ഷദ്വീപ് നമ്മളുടെ കേരളത്തിന്റെ കീഴിൽ വരുന്ന യൂണിയൻ ടെറിട്ടറീസ് ആണ്. അപ്പൊ അവിടുന്ന് വരുന്ന ടാക്സസ് മിക്കവാറും നമുക്ക് നമ്മളുടെ കേരള ഗവൺമെന്റിനായിരിക്കും കിട്ടുക. But in case where such duties are leviable within any union territories, ഏതെങ്കിലും യൂണിയൻ ടെറിട്ടറിയിലുള്ള ടാക്സസ് ആണ് സ്റ്റേറ്റുകൾക്ക് വരുന്നത്. ടാക്സസ് levied and collected by union shared with the state by providing grants. ഈവൻ യൂണിയൻ ടാക്സുകൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ റവന്യൂ കളക്ട് ചെയ്താലും അവർ വേണമെങ്കിൽ അത് സ്റ്റേറ്റ്സിന് ഡൊണേറ്റ് ചെയ്യും ത്രൂ ഗ്രാൻറ്റുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഓരോ ഗ്രാൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്, അതുവഴി അവരത് കൊടുക്കും. പിന്നെ ഇതിൽ പറയുന്നത് ഡ്യൂറിങ് ഫിനാൻഷ്യൽ എമർജൻസി പ്രസിഡന്റ് ക്യാൻ സസ്പെൻഡ് ദ പ്രൊവിഷൻ റിലേറ്റിംഗ് ഡിവിഷൻ ഓഫ് ടാക്സസ് ബിറ്റ്വീൻ സ്റ്റേറ്റ് ആൻഡ് യൂണിയൻ. ഈ നമ്മളുടെ രാജ്യത്തിൽ ഫിനാൻഷ്യൽ എമർജൻസി വരികയാണ്, ഇപ്പം നമ്മൾ ഇവിടെ കൊറോണേൻ്റെ പ്രശ്നമുള്ളത് കൊണ്ട് സാമ്പത്തികമായിട്ട് തകർന്നു എന്നൊക്കെ പറഞ്ഞു, ചിലപ്പം ഫിനാൻഷ്യൽ എമർജൻസി വരാം. ആ സമയത്ത് നമ്മളുടെ സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ കൊടുത്തിട്ടുള്ള റവന്യൂ ലിസ്റ്റിലുള്ള സ്റ്റേറ്റിൻ്റെ കീഴിലുള്ള റവന്യൂവിലുള്ള ഒരുപാട് കാര്യം, അതൊക്കെ ആ സമയത്ത് പ്രസിഡന്റ് സസ്പെൻഡ് ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. ഇത്രയാണ് നമ്മളുടെ ഈ ഒരു ക്ലാസ്സിൽ പറയാനുള്ള മെയിൻ കാര്യം.